ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മളങ്ങനെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. സോ ഫാമിലത്തെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ നമ്മുടെ അടുത്ത പരിപാടി കുറച്ച് സീഡ് ഇടണം. സോ അത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ സീഡ് ഇട്ടിട്ടുണ്ട്. സോ ദേ സീഡ്സൊക്കെ ഇട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഉള്ളിലുകൾ സീഡുകൾ കിടപ്പുണ്ട്. സോ അങ്ങനെ സീഡ്സ് ഇടുന്ന പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇവിടുത്തെ ഒരു 3 NFT ചാനൽ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. സോ ഈ 3 ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യട്ടെ. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് ഇന്നും ഒരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ഒരു കാറാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അങ്ങനെ കണ്ട് ആ ബ്രോ പോയിട്ടുണ്ട് ഗൈസ്. ആ സാറ് പോയി. ചെറിയൊരു ചേട്ടനായതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മളത് 2 NFT ചാനലും ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ലൊല്ലോ ബയോണ്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ളത്. സോ ഇങ്ങനെ ഒരെണ്ണെടുത്ത് ഇങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് എടുക്കുക, ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. സോ ഇതുപോലെ മൊത്തം സെറ്റ് ചെയ്തെടുക്കുക ഗൈസ്. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്യണം. സോ എല്ലാവരും ഇവിടെ സെറ്റായി നിൽപ്പുണ്ട്. സോ ഇവരൊക്കെ നമുക്കിനി ഹാർവെസ്റ്റ് ചെയ്ത് സെറ്റാക്കാം. സോ ഗൈസ്, നമുക്ക് അങ്ങനെ ആദ്യം ഹൗസ് ഗ്രാം ഹാർവെസ്റ്റ് ചെയ്യാം ഗൈസ്. സോ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. സോ ഇതാണ് ഗൈസ് നമ്മുടെ ഹോൾസ് ഗ്രാം. സോ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് എല്ലാ മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഗസ്റ്റ് വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് പുതിയൊരു ഫാം ബാംഗ്ലൂർ തുടങ്ങാൻ വേണ്ടി വന്നതാണ്. സോ അപ്പോൾ ആൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെയാണ് ഹൈഡ്രോപോണിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഫാംസും കാര്യങ്ങളൊക്കെ പുള്ളി കണ്ടെത്തുള്ളൂ. സോ നേരിട്ട് ഒരെണ്ണം കാണാൻ വേണ്ടി പുള്ളി കുറച്ച് നാളായി ട്രൈ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കാക്കനാടുള്ള ഫാം കാണാനൊക്കെ ആയിട്ട് പുള്ളി പ്ലാൻ ഇടും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഒന്നും സെറ്റായില്ല, പുള്ളിക്ക് കാണാൻ പോകാൻ പറ്റിയില്ല. അതായത് ഇവിടെ നമ്മുടെ പുള്ളിയുടെ വീട് ആ സാറിൻ്റെ വീട് പാലക്കാടാണ്. സോ ആൾക്ക് കുറച്ചുകൂടി ഈസിയർ തൃശ്ശൂർ വരുന്നതാണ്. സോ ഇവിടെ ഫാം ഉണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. സോ അങ്ങനെ ആൾ വന്ന് കണ്ട് ആളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്. സോ നമ്മൾ പിന്നെ ആര് വന്നാലും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ മാർക്കറ്റിങ്ങും മാർക്കറ്റ് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. പിന്നെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് തുടങ്ങാൻ പോകുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാകുമ്പോൾ കുറച്ചുകൂടി ഈസിയറാണ് മാർക്കറ്റ് കിട്ടാനായിട്ട്, കുറച്ചുകൂടി ഈസിയറാണ് ബാംഗ്ലൂർ തുടങ്ങുമ്പോൾ. കാരണം ഒന്ന് അവിടെ ഇതുപോലത്തെ നമ്മുടെ സാലഡ് ഐറ്റംസ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നവർ കൂടുതലാണ്. പിന്നെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റ്സിലായാലും എടുക്കും. പിന്നെ അവിടെ ഇഷ്ടംപോലെ കഫേസും റെസ്റ്റോറൻറ്റ്സ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ മച്ച് പ്രോഫിറ്റബിൾ ആണ്. സോ അങ്ങനെ ആൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ ആൾ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ പെട്ടെന്നൊക്കെ തന്നെ ഒന്നും തുടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അവിടെ തുടങ്ങുമായിരിക്കും. തുടങ്ങി രക്ഷപ്പെടട്ടെ, അല്ലാതെ നമുക്ക് എന്തിപ്പോൾ പറയാൻ. സോ അത്രയുള്ള ഗൈസ്, ആൾ നമ്മുടെ പുതിയ ഗസ്റ്റ് വന്നതിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി ഹാർവെസ്റ്റ് ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ നമ്മൾ മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. സോ അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ട്രേകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ നമ്മളിത് സെറ്റാക്കിയിട്ടുണ്ട്. ചകിരിച്ചോറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനുള്ള സീഡ് പോയി എടുത്തുകൊണ്ട് വരണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. നമ്മൾ സീഡൊക്കെ സേഫായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫാമിലല്ല വെക്കണം, അവിടെയുള്ള നമ്മുടെ ഫാം ഹൗസിലാണ് വെക്കണം. സോ അവിടെ പോയിട്ട് നമുക്ക് സീഡ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് സോ ചെയ്ത് മൈക്രോ ഗ്രീൻസിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതേ നമ്മളങ്ങനെ സീഡ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ സൺഫ്ലവർ ഇട്ടുണ്ട്, ഹോഴ്സ് ഗ്രാം ഇട്ടുണ്ട്, പക്ചോയ് ഇട്ടുണ്ട്, റാഡിഷ് ഇട്ടുണ്ട്. സോ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുറച്ച് പരിപാടികൾ. നമ്മൾ സ്റ്റാക്ക് ചെയ്തും വെച്ചിട്ടുണ്ട് 2 സെറ്റായിട്ട്. സോ അങ്ങനെ നമ്മുടെ മൈക്രോ ഗ്രീൻസിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫാമിൽ നിന്ന് ഇറങ്ങിയാണ്. സോ ഇനിയും വീട്ടിൽ പോകണം. സോ ഇത്രയോടെ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നാളെ അടിപൊളി വ്ളോഗായി വിടുന്ന എല്ലാവർക്കും